ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മളെ യാത്ര വീണ്ടും നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ദഹ്റാനിലുള്ള ഇത്ര എന്ന കെട്ടിടത്തിന് അടുത്താണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ അതിനു മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് കിങ് അബ്ദുൽ അസീസ് സെൻറ്റർ ഫോർ വേൾഡ് കൾച്ചർ, അതായത് ഇത്ര എന്ന പറയുന്ന ബിൽഡിങ്. ഇതിനകത്തേക്ക് കയറാൻ പ്രത്യേകം പെർമിഷനും കാര്യങ്ങളൊന്നും വേണ്ട. ആർക്ക് വേണമെങ്കിലും ഇതിനകത്ത് കയറാനും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇതിൻ്റെ വർക്കിംഗ് ടൈം എങ്ങനെയാ വെച്ചാൽ വർക്കിംഗ് ഡേയ്സിൽ 9 AM ടു മോർണിംഗ് 9 AM ടു നൈറ്റിൽ 12 AM വരെയാണ്. അത് സൺഡേ ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും ഇത് വർക്കിംഗ്. അതുപോലെ തന്നെ വീക്കെൻഡുകളിൽ ഈവനിങ് 4 PM ടു നൈറ്റിൽ 12 AM വരെയാണ് ഇതിൻ്റെ ടൈം. പിന്നെ നമ്മൾ ഈ ബിൽഡിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം, സൗദിയുടെ മെയിൻ വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഓയിൽ കമ്പനിയായ അരാംകോയിൽ നിന്നാണ്. ഈ അരാംകോൻ്റെ കീഴിലാണ് ഈ ഇത്ര എന്നുള്ള ഈ ബിൽഡിങ്. അവരാണ് ഈ ബിൽഡിങ് ബിൽഡ് ചെയ്തത്. ഒരു കാലത്ത് ഓയിൽ കുഴിച്ചെടുത്തിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്, വെൽ നമ്പർ 7. അതിൻ്റെ ഒരു ഓർമ്മക്കായിട്ടാണ് അരാംകോ അതേ ലൊക്കേഷനിൽ തന്നെ ഇങ്ങനെ ഒരു ബിൽഡിങ് വർക്ക് ആരംഭിച്ചത്. ഏകദേശം 2008 ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ വർക്ക് ആരംഭിക്കുന്നത്. ഏകദേശം 8 വർഷം കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവാനും. 2016 ഇതിൻ്റെ ഉദ്ഘാടന പരിപാടികളൊക്കെ നടന്നത്. ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് പറയാൻ പറ്റുന്നത് ഒരു മ്യൂസിയം തന്നെയാണ്. അതായത് അരാംകോയുടെ കീഴിലുള്ള ഒരു മ്യൂസിയം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു വലിയ 4 നിലകളിലുള്ള ഒരു ലൈബ്രറിയും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നുള്ളത് എക്സിബിഷൻ ഹാളുകൾ നമുക്ക് ഇവിടെ കാണാം. പിന്നെ മാത്രമല്ല ഒരു തിയേറ്ററും നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ വീക്കെൻഡുകളിലൊക്കെ ഒരുപാട് പരിപാടികളൊക്കെ നമുക്ക് ഇവിടെ കാണാനും ആസ്വദിക്കാനൊക്കെ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഭാഗത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം.
എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മ്യൂസിയത്തെക്കുറിച്ചിട്ടുള്ള വീഡിയോ അത് നെക്സ്റ്റ് പാർട്ടിൽ ഉൾക്കൊള്ളിക്കുന്നതാണ്. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ.